എല്ലാവരെയും കേശുവിൻ്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ സമയം 5:15 അപ്പോൾ ഇന്നലെ അപ്പത്തിനുള്ള മാവ് അപ്പത്തിനുള്ള പച്ചരി വെള്ളത്തിട്ടിരിക്കുകയായിരുന്നു. ഇനി ഇതിനെ കഴുകി ഒന്ന് അപ്പത്തിനായിട്ട് അരച്ച് വെച്ചിട്ട് മാത്രമേ ഇനി വിളക്കൊക്കെ കത്തിക്കാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ കേശു പോണ സമയത്തേക്ക് ഈ മാവൊക്കെ റെഡി ആയിട്ട് വരുള്ളൂ. അപ്പോൾ രാവിലെ ഇന്ന് അതാണ് പരിപാടി. അപ്പം നമ്മൾ ഇതിനെ കുറച്ച് ഈസ്റ്റ് ഇട്ട് അരച്ച് വെച്ചിരുന്നാൽ 1 മണിക്കൂർ മതി, ഇതൊന്ന് പൊളിച്ച് വന്നോളും. അപ്പോൾ അപ്പം ഉണ്ടാക്കാമല്ലോ. ഇന്നലെ ഞാൻ മറന്നുപോയി ഈ സംഭവം. അപ്പം നമുക്ക് ഈ അപ്പം ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ തലേ ദിവസമൊക്കെ മറന്നുപോയാലും നമുക്ക് രാവിലെ ആട്ടി എടുത്താലും മതി. കൂടിപ്പോയി 1 മണിക്കൂറിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോഴേക്കും മാവ് റെഡി ആയിക്കോളും. പക്ഷെ ഈസ്റ്റ് ഇടണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ഇന്നലെ തന്നെ ഗ്രീൻ പീസ് തീർന്ന് പിന്നെ അതിട്ട് വെച്ചിരുന്ന ആ ഡപ്പിയിൽ തന്നെ അങ്ങ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി ഗ്രീൻ പീസ് കറിയും വെക്കണം, അപ്പം റെഡിയാക്കണം. അപ്പോൾ അപ്പത്തിന് പിന്നെ ആകെ 4 പച്ചരി മാത്രമേ വെള്ളത്തിൽ ഇട്ടിട്ടുള്ളൂ. ഇതിനെ ഇനി ആദ്യം ഒന്ന് ആട്ടിയെടുക്കട്ടെ. അരി ഇടണം എന്നുള്ള ഓർമ്മ ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ അതങ്ങ് മറന്നേ പോയി. രാത്രിയാണോ ഈശ്വര അരിയും വെള്ളത്തിൽ ഇട്ടില്ല, മോന് നാളെ രാവിലെ എന്ത് കൊടുത്തു വിടുമെന്നൊക്കെ ആലോചിച്ചത്. പിന്നെ രാത്രി കിടക്കാൻ നേരം അരി കുറച്ച് അരി എടുത്തോളായിരുന്നു. അതിനെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടാണ് കിടക്കാനായിട്ട് പോയത്. രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ വിളക്കത്തിക്കാനുള്ള കാര്യങ്ങൾ അതിനായിട്ടൊന്നും കയറിയില്ല. അരി അരച്ച് വെച്ചതിന് ശേഷം മാത്രമേ അതിനോട്ടൊക്കെ പോകണുള്ളൂ. കാരണം ഏകദേശം 1 മണിക്കൂർ അല്ലെങ്കിൽ കുറഞ്ഞതൊരു 3/4 മണിക്കൂറെങ്കിലും വേണം അതൊന്ന് പുളിച്ച് വരാനായിട്ട്. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പിന്നെ ഓടി വന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ അരി അരയ്ക്കാനുള്ള തത്രപ്പാടിലാണ്. പക്ഷേ നമുക്ക് അങ്ങനെ അരച്ച് വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അപ്പം ഉണ്ടാക്കാം. പക്ഷേ ഈസ്റ്റ് വേണം. ഈസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ കളികളൊക്കെ നടക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഒരു പരിപാടിയും നടക്കില്ല. അങ്ങനെ അരി അരച്ചുകൊണ്ടിരുന്നപ്പോഴാണോ അതുകൊണ്ട് കാര്യമൊക്കെ ഓർമ്മ വന്നത്. പെട്ടെന്ന് ഡോറൊക്കെ തുറന്നിട്ടിട്ട് അരി അരച്ചങ്ങ് വെക്കുകയാണ്. അപ്പോൾ അരിയും കുറച്ച് തേങ്ങാപ്പീരയും അതുപോലെ തന്നെ കുറച്ച് ചോറുമൊക്കെ ഇട്ട് അതങ്ങ് അരച്ച് വെച്ച് നമ്മൾ അരി അരച്ച് വെച്ച ഉടനെ കുറച്ച് ചൂടുവെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുത്താൽ നല്ലതായിരിക്കും, പെട്ടെന്ന് പൊളിച്ച് വരും. അപ്പം ഞാനൊരല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നീട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കുറച്ചെന്നല്ല, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് ഈസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി വെക്കണം. അപ്പം നമ്മൾ സ്പൂണൊന്നും ഉപയോഗിക്കാൻ പാടില്ല, കൈകൊണ്ട് തന്നെ ചെയ്യണം. നല്ലതുപോലെ ഇളക്കി അതിന് വെച്ചിട്ടുണ്ട്. ഇനി ഗ്രീൻ പീസും ഈ പറഞ്ഞതുപോലെ അത് തലേ ദിവസം തന്നെ രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഗ്രീൻ പീസ് കറി വെക്കണമല്ലോ. അപ്പം ഞാൻ വിചാരിച്ച് ഈ ഗ്രീൻ പീസ് കറിക്കുള്ള സംഭവങ്ങളെല്ലാം അരിഞ്ഞ് കുക്കറിലാക്കി വെച്ചിട്ട് പിന്നീട് വിളക്ക് കത്തിക്കാനായിട്ടൊക്കെ പോയാൽ ഞാൻ വിളക്ക് കത്തിച്ചിട്ടൊക്കെ വരുമ്പോഴേക്കും ഇതവിടെ റെഡി ആയിട്ടങ്ങ് ഇരിക്കുമല്ലോ. അങ്ങനെ ഗ്രീൻ പീസിലേക്ക് കുറച്ച് ക്യാരറ്റ് അരിഞ്ഞിടുന്നുണ്ട്, ഉരുളക്കിഴങ്ങ് അരിഞ്ഞിടുന്നുണ്ട്, പച്ചമുളക് ഇട്ട് കൊടുത്ത്, ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്ത്, പിന്നെ മസാലകളൊക്കെ ഇട്ട് കൊടുത്ത് അതിന് ശേഷം അതിനെ അടുപ്പത്താക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ കറിയിലിടുകയുള്ളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ അല്ലാണ്ടും വെക്കും. അതിനുശേഷം ഓടി വന്ന് വിളക്കൊക്കെ കത്തിക്കുകയാണ്. വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോഴേക്ക് പിന്നെ ഒരു പീസ്ഫുൾ മൈൻഡായിരിക്കും, നല്ല ഒരു സമാധാനമാണ്. ഞാൻ വിളക്ക് കത്തിച്ചൊക്കെ വന്നപ്പോഴേക്ക് അമ്മ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അമ്മ ഇനി ബീട്രൂട്ട് തോരത്തിനായിട്ട് അവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗ്രീൻ പീസൊക്കെ ഏകദേശം അപ്പോഴേക്കും അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നെങ്കിൽ അതിനെ ഒന്ന് ഉടച്ചൊക്കെ എടുത്ത് അതിനെ ഒന്ന് സെറ്റാക്കണം. പിന്നെ ഇന്ന് എന്തായാലും അമ്മ പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം, മോന് ചോറ് കൊടുത്ത് വിട്ട് നോക്കാമെന്ന്. എന്നും ബിരിയാണിയല്ലേ കൊടുത്ത് വിടുന്നത്. അപ്പോൾ എന്താവുമെന്നറിയാമല്ലോ. എല്ലാ ദിവസവും ഞാൻ പറഞ്ഞ ഫ്രൈഡ് റൈസിൻ്റെ പല വെറൈറ്റികൾ ഞാനിങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചോറ് കൊടുത്ത് വിടാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പുന്നാരം അതെന്ത് കണ്ണു ഉറക്കൂലേ? അതെന്തൊരു കണ്ണു ഉറക്കൂലേ പൊന്നാരി? പൊന്നം എണീരടി അങ്ങോട്ട്. അച്ഛനും മോനും ഒക്കെ ഇതാ അവിടെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. 6:30 വരെ ഞാൻ അവർക്ക് സമയം അനുവദിക്കുകയുള്ളൂ. 6:30 ആകുമ്പോഴേക്കും വന്നില്ലെങ്കിൽ ഇവിടെ നിന്ന് കോളിംഗ് ബെല്ലടിക്കുമ്പോഴേക്കും രണ്ടാളും എണീച്ചെങ്കിൽ താഴെ വന്നോളും. അപ്പോൾ ഇന്നലെ സോയാബീനൊക്കെ ചേട്ടൻ വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിക്കണത് സോയാബീനെ പൊരിച്ച് ചിക്കനാണെന്ന് പറഞ്ഞ് കൊടുക്കാം. പിന്നെ ചോറും അതുപോലെ തന്നെ ബീട്രൂട്ട് തോരൻ വെച്ചിട്ട് ചോറിൽ കൂടെ ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷം
അത് അങ്ങനെ അങ്ങ് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അത് ബിരിയാണിയാണ്, ബിരിയാണിയുടെ കൂടെ ചിക്കനും വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കൊടുക്കാം. അവനിതെല്ലാമൊക്കെ തിരിച്ചറിയും, എന്താവും തിരിച്ചു വന്നാൽ മാത്രമേ അറിയാവൂ. അതുപോലെ പണ്ട് നമ്മളെയൊക്കെ എന്തെല്ലാം പറഞ്ഞ് അമ്മ അച്ഛനും അമ്മയൊക്കെ പറ്റിച്ചിട്ടുണ്ടല്ലേ. ഞങ്ങൾ മുമ്പ് ഞാനും അനിയത്തിന്ന് വങ്കട മീൻ കഴിക്കില്ല. അപ്പോൾ അമ്മയുടെ പരിപാടി എന്തെന്നറിയാമോ, വങ്കട മീൻ വാങ്ങിച്ചിട്ട് ചൂര കട്ട് ചെയ്യും പോലെ കട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ നാട്ടിൽ ചൂര മീൻ കട്ട് ചെയ്യുമ്പോഴേക്ക് ചിക്കൻ്റെ പീസ് കട്ട് ചെയ്യും പോലെ കട്ട് ചെയ്യും. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്നിട്ട് വങ്കട ചൂര ചെയ്ത് പറഞ്ഞ് തരും. ഞങ്ങൾ അറിയാണ്ട് അതങ്ങ് കഴിക്കുകയും ചെയ്യും. അവിടെ അപ്പോഴേക്കിതാ മീൻകാരനും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ കേശുവിനെ കൊണ്ട് ആക്കുകയൊക്കെ ചെയ്യണോണ്ട് എനിക്കിപ്പോൾ നമ്മുടെ ചന്തയിൽ പോയിട്ട് മീൻ വാങ്ങിക്കാനായിട്ട് പറ്റണതേ ഇല്ല. 9 കാലമാകുമ്പോഴേക്ക് ചന്ത കൂടും. ആ സമയത്ത് എനിക്ക് പോയി മീൻ വാങ്ങാനായിട്ട് പറ്റില്ല. അപ്പോൾ മിക്കവാറും ചിലപ്പോൾ കൊണ്ടുവന്നത് വാങ്ങും, ഇല്ലെങ്കിൽ ഞങ്ങൾ കുളത്തൂർ ചന്തയിൽ നിന്നാണ് ഇപ്പോൾ മീൻ വാങ്ങാറ്. അപ്പോൾ ഇന്നിപ്പോൾ കണ്ണൻകൊഴിയാള മീൻ കിട്ടി, അതുപോലെ തന്നെ ചാള മീനും കിട്ടി. ഇവിടെ ചേട്ടനാണെങ്കിൽ ചാളയെന്ന് പറഞ്ഞാൽ ആൾ ചാവാൻ നിൽക്കും, ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ 50 രൂപയ്ക്ക് ചാളയും വാങ്ങിയിട്ട് 100 രൂപയ്ക്ക് കണ്ണൻകൊഴിയാളയും വാങ്ങി. അപ്പോൾ ഇനി ഈ മീൻ വെക്കണം. ഇതിന് എന്തായാലും ഞാൻ പോയിട്ട് വന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ പോയിട്ട് വന്നിട്ട് നമുക്കത് വെക്കാമെന്ന്. അമ്മ അതൊന്നും കേൾക്കില്ല. ഞാൻ പോയിട്ട് വരുമ്പോഴേക്കും അമ്മ ഈ 2 മീനും സെറ്റാക്കി വെക്കും. അത് വേറൊരു കാര്യം. അങ്ങനെ മീനൊക്കെ നോക്കിയിട്ട് ആദ്യം കണ്ണൻകുഴികളെ മീൻ വാങ്ങിച്ചതിന് ശേഷമാണ് ചാള ഉണ്ടെന്ന് അറിഞ്ഞത്. കണ്ടപ്പോഴേക്ക് ചാളയും നല്ല ചാളയായിരുന്നു. അതിനെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ വറ്റിച്ച് വെച്ച് കൊടുത്താൽ പുള്ളിക്കാരന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചാളമീൻ പൊരിച്ചു കൊടുത്താൽ കേശുവിനും ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ അത് 2 മീനും വാങ്ങി 50 രൂപയ്ക്ക്. ഞാൻ പറഞ്ഞതുപോലെ ചാളയും വാങ്ങി, 100 രൂപയ്ക്ക് കൊഴിയാളയും വാങ്ങി. അത് വാങ്ങിയിട്ട് വെച്ചിട്ട് ഇനി സോയാബീൻ നമുക്ക് പെട്ടെന്ന് എടുത്ത് കറി വയ്ക്കാനായിട്ട് പറ്റില്ലല്ലോ. അങ്ങനെ തിളച്ച വെള്ളത്തിൽ അത് കുറച്ച് സമയം ഇട്ടിട്ട് അതിനെ ഒന്ന് കുതിർത്തെടുക്കണമല്ലോ. അങ്ങനെ കുറച്ച് സോയാബീൻ എടുത്തിട്ട് ഞാൻ വെള്ളം ചൂടാക്കി അതിൽ വെച്ചിട്ടുണ്ട്. മീൻ നല്ല വിലയ്ക്കാണ് കിട്ടിയത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നല്ല പച്ച മീൻ തന്നെ കിട്ടും. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയാലും ഇത്രയും നല്ല പച്ച മീനൊന്നും കിട്ടില്ല. ഞാനത് എപ്പോഴും പറയണതാണ്. ബീട്രൂട്ട് തോരൻ ഇതുവരെ റെഡി ആയില്ല. ഞാൻ തേങ്ങയൊക്കെ തിരികെ എടുത്തിട്ട് അതും കൂടെ ഇട്ടൊക്കെ ഇളക്കി എടുക്കുകയാണ്. അങ്ങനെ ബീട്രൂട്ട് തോരന് സെറ്റാക്കിയിട്ടുണ്ട്. ഈശ്വര, കേശു കഴിച്ചിട്ട് വന്നാൽ മതി എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. കുറച്ചൊക്കെ ചിലപ്പോൾ ഒരു ദിവസമൊക്കെ അവനെ പറ്റിക്കാം, വീണ്ടും വീണ്ടും പറ്റിക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. ഇന്ന് നമ്മളൊരു പരീക്ഷണം മാത്രമാണ് കേശുവിന് ഇങ്ങനെ ചോറ് കൊടുത്ത് വിടുന്നത്. അങ്ങനെ ബീട്രൂട്ടൊക്കെ സെറ്റാക്കി. എൻ്റെ മനസ്സിലെന്തെന്നറിയാമോ, ക്യാരറ്റും ബീട്രൂട്ടൊക്കെ നല്ല ഗുണമുള്ളതെന്നല്ലേ പറയണത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ 2 സംഭവങ്ങൾ അകത്താക്കിയാൽ, അവിയലൊക്കെ വെച്ച് കൊടുത്താൽ ഞാൻ വാരി കൊടുത്താൽ മാത്രമേ കേശു കഴിക്കുകയുള്ളൂ. അപ്പോൾ ഇതെങ്കിലും ഉള്ളിലായാൽ അത്രയെങ്കിലും ആവുമല്ലോ എന്നുള്ള ഇതിലാണ് എപ്പോഴും. കേശു സ്കൂളിൽ പോകാൻ തുടങ്ങി അന്ന് തൊട്ട് ക്യാരറ്റും ബീട്രൂട്ടും നമ്മുടെ വീട്ടിലെ സ്ഥിരം ആളാണ്. ഇല്ലെങ്കിൽ വല്ലപ്പോഴും മാത്രമേ ഇതൊക്കെ വാങ്ങാറുണ്ടായിരുന്നുള്ളൂ. അമ്മ അവിടെ മീനൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കേശുവിന് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യണുള്ളൂ. പക്ഷെ അമ്മ അങ്ങനെയല്ല, അത് ഞാനങ്ങ് ചെയ്യണമുണ്ട്. അമ്മ ഉച്ചത്തേക്കുള്ളതും കൂടെ ആ രീതിയിൽ തന്നെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സോയാബീനൊക്കെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. സോയാബീൻ അറിയാലോ, ഒരുപാട് വെള്ളമൊക്കെ എടുക്കും. പിന്നെ എനിക്ക് ഇപ്പോഴും ഡൗട്ടാണ്, ഈ സോയാബീൻ എന്ന് പറഞ്ഞൊരു സംഭവം എന്താണെന്ന്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെപ്പറ്റി കറക്റ്റ് ഒരു ധാരണ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണേ. ഞാൻ വിചാരിക്കണം, ചേട്ടൻ പറയുന്നുണ്ടത് എണ്ണക്കുരുവാണ്, അതിൻ്റെ എന്തൊക്കെയോ പിഴിഞ്ഞ് സത്തെടുത്തിട്ട് നമ്മുടെ ഈ പിണ്ണാക്കൊക്കെ പോലെയില്ലേ, അതുപോലെ എന്തോ ഒരു സംഭവം എന്നാണ് ചേട്ടൻ പറയണത്. പക്ഷേ ഇത് എന്തോ അങ്ങനെയല്ല. ഈ സോയാബീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോ ഗ്രീൻ പീസ് പോലെ എന്തോ ഒരു സംഭവമാണെന്ന് വേറെ ആരോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴും ഡൗട്ടാണ് ഈ സോയാബീൻ എന്താണെന്ന്. അങ്ങനെ എന്തായാലും അതിൽ വെള്ളമൊക്കെ നല്ല പിഴിഞ്ഞ് മാറ്റിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനെ ഒന്ന് പൊരിച്ചെടുക്കണം. അമ്മ അവിടെ ചാളയും കൊഴിയാളയൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാ എൻ്റെ ഈ നോൺ സ്റ്റിക്ക് പാത്രം കാണുമ്പോഴേക്ക് എല്ലാവരും ഒരാൾ സ്ഥിരം കമൻറ്റ് ചെയ്യട്ടെ. ഞാൻ പേര് മറന്നു, ഞാനോട് പേര് പറയാത്ത ആൾ ഇന്നലത്തെ വീഡിയോയിൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു നിജി അത് ഉപയോഗിക്കാൻ പാടില്ലെന്ന്. ഞാനും ഇത് മാറ്റി വെച്ചത് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ കുറേ റീൽസും കുറേ കാര്യങ്ങളൊക്കെ വരണത് കണ്ടില്ലേ. നോൺ സ്റ്റിക്ക് പാത്രം ഇതുപോലെ ഇളകിയത് ഉപയോഗിച്ചാൽ ക്യാൻസർ വരും എന്നുള്ള ധാരണ തെറ്റാണ്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല നോൺ സ്റ്റിക്കിന്. പിന്നെ അവർ കുറേ അതിൻ്റെ സയൻറ്റിഫിക് വശങ്ങൾ പറയുന്നുണ്ട്. അത് എത്ര ഡിഗ്രി സെൽഷ്യസിൽ മെൽറ്റ് ആയാൽ മാത്രമേ നമുക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ. എനിക്ക് അതൊന്നും പറഞ്ഞു തരാനായിട്ട് അറിയില്ല. എന്തായാലും നോൺ സ്റ്റിക്ക് പാത്രത്തിൽ നമ്മളിപ്പോൾ സ്റ്റീൽ സ്പൂൺ കൊണ്ടിട്ട് എന്തെങ്കിലും ചെയ്താലോ, അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രം ഇതുപോലെ ഇളകിയതിൽ നമ്മൾ കുക്ക് ചെയ്താലോ നമുക്ക് അതിനെ സംബന്ധിച്ച് നമുക്ക് ഒരു കുന്തവും വരൂലെന്നാണ് പറയണത്. അതിനെപ്പറ്റി നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി.
എനിക്കത് ഡീറ്റെയിൽ ആയിട്ട് ആ കാര്യങ്ങൾ എനിക്ക് പിടികിട്ടി. പക്ഷെ നിങ്ങളോട് എങ്ങനെ എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണമെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് ഇത്ര മാത്രമേ അറിയാവൂ. നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഇതുപോലെ നമ്മൾ സ്റ്റീൽ തവി അല്ലെങ്കിൽ സ്റ്റീൽ സ്പൂൺ ഉപയോഗിക്കുന്നത് കൊണ്ടോ അതിൻ്റെ കോട്ടിങ് ഇളകി ഇതിൽ പാചകം ചെയ്യണത് കൊണ്ടോ അതിൻ്റെ പേരിൽ നമുക്ക് ക്യാൻസറോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളോ ഒന്നും വരാനില്ലെന്നാണ് പറയണത്. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾ കുറേ പേരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഗൂഗിളിൽ കയറി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അതിൻ്റെ ഫുൾ വീഡിയോയോ അല്ലെങ്കിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിലോ കിട്ടും. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീണ്ടും ആ പാൻ യൂസ് ചെയ്യണത്. അപ്പോൾ എൻ്റെ അടുത്തുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങളത് വീണ്ടും പറയണതെന്ന് എനിക്കറിയാം. അപ്പോൾ ഇങ്ങനെ ഒരു റീസൺ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ഞാൻ കേട്ടത് കൊണ്ടാണ് ഞാൻ ഇതൊന്നും കളയാണ്ട് വെച്ചിരിക്കണത്. അപ്പോൾ ഇനി അപ്പം ചുടണം. അപ്പോൾ കേശുവിന് ഞാനിങ്ങനെ ഒരു കുഞ്ഞപ്പമാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇതിൽ കാണുമ്പോൾ കുറച്ചുകൂടി വലുതായിട്ട് തോന്നുന്നുണ്ട്, പക്ഷേ ഇത്രയും വലുതല്ല. ഒരു ചെറിയ അപ്പമാണ്. അവൻ്റെ കുഞ്ഞ പാത്രമാണ് സ്നാക്സ് കൊണ്ടുപോകാൻ. കുഞ്ഞിനൊന്നും തീരെ കുഞ്ഞൊന്നും അല്ല, എന്നാലും അതിൽ കൊള്ളണ രീതിയിൽ മാത്രമേ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ 2 അപ്പം കൊടുത്തു വിടും. ചില ദിവസങ്ങളിൽ ഒരപ്പം കഴിച്ചിട്ട് ഒരപ്പം ഇങ്ങനെ വലിച്ച് പിച്ചൊക്കെ കൊണ്ടുവരണത് കാണും. ചില ദിവസങ്ങളിൽ 2 അപ്പവും കഴിക്കും. അപ്പോൾ കറക്റ്റ് 9 മണിക്ക് തന്നെ അവർ ഫുഡ് കൊടുക്കണമെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. ചിലപ്പോൾ ടീച്ചർ ഫുഡ് കഴിക്കുന്ന ഫോട്ടോയൊക്കെ എടുത്ത് അയച്ചു തരും. അപ്പോൾ നമ്മൾ ടൈം നോക്കുമ്പോഴേക്ക് നമുക്കറിയാമല്ലോ. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ടാണ് 9 മണിക്ക് തന്നെ ആഹാരം കൊടുക്കുമെന്നൊരു സമാധാനം വരണത്. അങ്ങനെ കേശുവിനുള്ള ചോറൊക്കെ ഇവിടെ റെഡിയായി. ഇനി ബീട്രൂട്ട് തോരനും കൂടെ ഒന്ന് അതിലിട്ട് ഇളക്കിയിട്ട് ഈ സോയാബീനും കൂടെ ചിക്കൻ ഇങ്ങനെ ഉരുട്ടി അമ്മ വെച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ അതിൽ വെക്കണത്. ഞാൻ പറഞ്ഞില്ല, ഇനി വരുമ്പോൾ അറിയാം എന്താണ് അവസ്ഥയെന്നൊക്കെ ഉള്ളത്. പിന്നെ ഈ 9 മണിക്ക് തന്നെ പിള്ളേർക്ക് അവർ സ്നാക്സ് കൊടുക്കണതുകൊണ്ട് നമുക്കൊരു സമാധാനമുണ്ട് കേട്ടോ. രാവിലെ പോകുമ്പോൾ ഒന്നും കഴിക്കാതെയല്ലേ പോണത്. അപ്പോൾ പോയാലും 9 മണിക്ക് ടീച്ചർമാർ പിന്നെ അവിടെ ചെന്നിരുന്ന് കഴിക്കുമ്പോൾ അവരൊരു പേടിയും കാണുമല്ലോ, അവർ കഴിപ്പിച്ചിട്ടേ വിടുകയുള്ളൂ. അപ്പോൾ എന്തായാലും പിന്നെ ഒരു കാര്യം, ഒട്ടും കഴിക്കില്ല എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പോൾ അങ്ങനെ ഒരു കഴിക്കണം എന്നൊരു നമുക്കൊരു സമാധാനം. എങ്ങനെയെങ്കിലും അടിച്ച് പിടിച്ച് പാല് കൊടുത്തിട്ടാണ് ഞാൻ വിടണത്. അപ്പോൾ കേശുവിനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് ഇന്ന് മൊത്തം കറക്കമാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം എൻ്റെ ചെരുപ്പ് തയ്ക്കാനായിട്ട് കൊടുത്തിരിക്കുകയായിരുന്നു. എനിക്ക് അത് വാങ്ങാനായിട്ട് പോകണം. ഞാൻ തയ്ക്കാൻ കൊടുത്ത ചെരുപ്പ് വാങ്ങിയിട്ട് ഞാൻ ഏകദേശം ഒരാഴ്ച എന്ന് പറയാനായിട്ട് പറ്റില്ല. നമ്മൾ ചില ചെരുപ്പുകളൊക്കെ വാങ്ങിയിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രം ഇടാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു പരിപാടി നമുക്കുണ്ടല്ലോ, അങ്ങനെ വെച്ചിരുന്നൊരു ചെരുപ്പായിരുന്നു. ഞാൻ ഒരു ദിവസം ഏതോ ഒരു ഫംഗ്ഷന് പോയപ്പോൾ ഇട്ടുകൊണ്ട് പോയി അടുത്ത ദിവസം കൂടെ ഇട്ടപ്പോഴേക്ക് അത് ഇളകി വരാനായിട്ട് തുടങ്ങി. 500 എത്രയോ സംതിങ് കൊടുത്തിട്ടാണ് ചെരുപ്പ് വാങ്ങിയത്. പക്ഷേ അത് തയ്ക്കാനായിട്ടുള്ള അതിങ്ങനെ തയ്ക്കണം എന്നെനിക്ക് അപ്പോഴറിയില്ലായിരുന്നു. ഇപ്പോൾ എൻ്റെ ഒരു അങ്ങ് തേങ്ങ തീരാറായ ഒരു ചെരുപ്പ് കിട്ടും കൊണ്ടാണ് ഞാൻ കല്യാണത്തിന് പോണതായിരുന്നാലും മരണത്തിന് പോണതായിരുന്നാലും എവിടെ പോണെങ്കിലും ആ ഒരു കൂതറ ചെരുപ്പൂട്ടായിരുന്നു ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. ഈ കഴക്കൂട്ടത്ത് വന്നാൽ നമുക്കിവിടെ ചെരുപ്പ് തയ്ക്കാനായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അതിനുള്ളൊരു സമയം കിട്ടാത്തത് കൊണ്ടാണ് വരാത്തത്. പിന്നെ ഞാൻ ഇന്ന് പറ്റൂല, എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഇന്നലെ ചേട്ടനെയും കൊണ്ടുവന്ന് ചെരുപ്പ് തയ്ക്കാനായിട്ട് കൊടുത്ത്. പിന്നെ ഈ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് മിക്കവാറും ഇപ്പോൾ കാറിലാണ് പോണത്. അപ്പോൾ കാറ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം അവിടെ ഇല്ല, അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഇന്നിപ്പോൾ 2 ദിവസം വെയിലുള്ളത് കൊണ്ട് സ്കൂട്ടറിൽ പോയ സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ നടക്കണത്. അതുമല്ല നമ്മളെ സ്കൂട്ടർ, നമ്മുടെ പുതിയ സ്കൂട്ടർ എടുത്തില്ലേ, ആ സംഭവം ഇന്ന് ഫസ്റ്റ് സർവീസാണ് അതിൻ്റെ. അപ്പോൾ അതിന് നമ്മൾ കണിയാപുരം പോകണം. അപ്പോൾ എനിക്ക് എല്ലാം കൂടെ ഒത്തു വന്ന ദിവസമായിരുന്നു. അങ്ങനെ നമ്മൾ ചെരുപ്പൊക്കെ തയ്ച്ച് വാങ്ങിച്ച ഉടനെ ഞാൻ എൻ്റെ കൂതറ ചെരുപ്പിനെ എടുത്ത് പൊതിഞ്ഞ് വെച്ചിട്ട് ആ ചെരുപ്പ് ഇട്ടുകൊണ്ടാണ് പിന്നെ അങ്ങോട്ടൊക്കെ പോയത്. അപ്പോൾ ഇനി ഇതിനിവിടെ വണ്ടി സർവീസ് ചെയ്യാനായിട്ട് കൊടുക്കണം. പക്ഷേ ഇപ്പം നമുക്ക് ഇത്രയും ദിവസം നമ്മൾ ഓടിച്ചതിൽ നല്ല നല്ല പവറുള്ള വണ്ടിയാണ് കേട്ടോ. അത് നമ്മുടെ ഹീറോയുടെ സൂമാണ്. എന്തായാലും സൂപ്പർ വണ്ടി തന്നെയാണ്, നല്ല പവറാണ്. ചില സമയത്ത് എനിക്കിങ്ങനെ എൻ്റെ പഴയ വണ്ടി ഓടിച്ചു പോയിട്ട് ഇത് ഓടിക്കുമ്പോഴേക്ക് ഭയങ്കര സ്പീഡ് പോലെയൊക്കെ തോന്നും. നമ്മളൊന്ന് ചെറുതായിട്ട് ആക്സിലേറ്റർ കൊടുത്താലും അതിങ്ങനെ കുതിരക്കുട്ടിയെ പോലെ ഓടും പോലെയൊക്കെ തോന്നും. അങ്ങനെ നമ്മൾ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടിയെന്നല്ല, 1 മണിക്കൂറാണ് അവർ പറഞ്ഞ സമയം. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവിടെ കൊണ്ട് വണ്ടിയും കൊടുത്തതിന് ശേഷം നമ്മൾ രാവിലെ കാപ്പി കുടിക്കാതെയാണല്ലോ ഇറങ്ങിയത്. വീട്ടിൽ ഗ്രീൻ പീസ് കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ചുട്ടില്ല, അപ്പോൾ ഇപ്പോൾ അമ്മ കഴിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ ചെന്നിട്ട് അപ്പം ഉണ്ടാക്കി കഴിക്കാം എന്നൊക്കെയുള്ള ഉദ്ദേശത്തിലാണ് ഇറങ്ങിയത്. അപ്പോൾ ഇനി ഒരു പരിപാടിയും നടക്കില്ല. ഇവിടെ നിന്നൊക്കെ പോകുമ്പോഴേക്ക് 12 മണിയെങ്കിലും ആവും.
അങ്ങനെ ഞങ്ങൾ വണ്ടി അവിടെ കൊടുത്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ആര്യാസിൽ കയറി കാപ്പി കുടിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ കയറുകയാണ്. ഇപ്പോൾ കഴക്കൂട്ടത്തോട്ടൊക്കെ വരണവർക്ക് അറിയാം, മൊത്തം നമുക്ക് സ്ഥലങ്ങൾ പോലും എനിക്കിപ്പോൾ തിരിച്ചറിയാൻ വയ്യ. മൊത്തം 2 സൈഡും ഇടിച്ചിട്ടിരിക്കുകയല്ല റോഡ് വീതി കൂട്ടാനായിട്ട്. ഒന്നും അറിയാൻ വയ്യ. അങ്ങോട്ട് പോയിട്ട് സത്യം പറഞ്ഞാൽ കണിയാപുരം എത്തിയോ എന്ന് പോലും അറിയാൻ വയ്യ. വെട്ട് റോഡൊക്കെ കണ്ടിട്ട് ഒരു രക്ഷയുമില്ല, ഒന്നും അറിയാൻ പറ്റണില്ല. അങ്ങനെ അവിടെ കയറി ആര്യാസിലേക്ക് കയറിയപ്പോഴേക്കും നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചില സമയത്തൊക്കെ ആര്യാസിലേക്ക് തിരക്കറിയാമല്ലോ, എനിക്കറിയില്ല നമ്മൾ ലേറ്റ് ആയതുകൊണ്ടാണോ അതോ ഇനി റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ട് വണ്ടികളൊക്കെ കൊണ്ട് പോകാനായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ ചെന്ന് പാർക്ക് ചെയ്യാനൊക്കെ, അതുകൊണ്ടാണോ എന്നൊന്നും അറിയില്ല. നമ്മൾ ചെന്ന് കയറിയ സമയത്ത് ഒരു ഫാമിലി ഉണ്ടായിരുന്നു. ഞങ്ങൾ കയറിയപ്പോഴേക്കും അവർ പോവുകയും ചെയ്ത്. പിന്നെ ഞങ്ങൾ 2 മാത്രമേ ആര്യാസിലുണ്ടായിരുന്നുള്ളൂ. ഇതിന് മുമ്പ് നമ്മളിവിടെ കയറിയിട്ടുണ്ട്. കണിയാപുരത്തും ഉണ്ട്, കഴക്കൂട്ടത്തും ആര്യാസുണ്ട്. നമ്മളിപ്പോൾ കണിയാപുരം ആര്യാസിലാണ്. അപ്പോൾ ഇതിന് മുന്നേ നമ്മളിവിടെ ഫുഡ് കഴിക്കാനായിട്ട് കയറിയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. ഇന്ന് നമുക്ക് വിശാലമായിട്ടിരുന്ന് കഴിക്കാനൊക്കെ പറ്റി ആസ്വദിച്ച്. പിന്നെ ഇവിടെയൊക്കെ കയറുമ്പോൾ അറിയാമല്ലോ, നമ്മളെ കാണുമ്പോഴായിരിക്കും ആ ഒരു സംഭവം ഉണ്ടാക്കാൻ തുടങ്ങണത്. വിശന്ന് വലഞ്ഞ് ഇതുപോലെയൊക്കെ ഹോട്ടലിൽ കയറി കഴിക്കാമെന്ന് വിചാരിക്കേണ്ട, അരമണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്താലേ അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുള്ളൂ. അങ്ങനെ കുറച്ച് സമയം ഇരുന്നപ്പോഴേക്കും എനിക്ക് മസാലദോശ മതിയെന്ന് പറഞ്ഞ് എനിക്ക് മസാലദോശ വന്ന്, ചേട്ടന് പൂരി സെറ്റാണ് ചേട്ടൻ പറഞ്ഞത്. അങ്ങനെ പുള്ളിക്കാരന് പൂരി സെറ്റും വന്ന്. എനിക്കിങ്ങനെ ഹോട്ടലിൽ പോയാലേ ദോശ, ഇഡ്ഡലി, ഇടിയപ്പം, അപ്പം അതൊന്നും കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല. അത് നമ്മൾ മിക്കവാറും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കണതല്ലേ. ഈ മസാലദോശയൊക്കെ ആണെങ്കിൽ നമ്മളങ്ങനെ ഉണ്ടാക്കാറേ ഇല്ല, വല്ല ആണ്ടിലും ആവണിയിലും ഉണ്ടാക്കിയാലായി. അപ്പോൾ ഞാൻ മിക്കവാറും മസാല ദോശയായിരിക്കും ഓർഡർ ചെയ്യണത്, അല്ലെങ്കിൽ പൂരി സെറ്റ് ഓർഡർ ചെയ്യും. എനിക്ക് ഹോട്ടലിൽ പൂരി സെറ്റ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ആസ്വദിച്ച് മസാല ദോശയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഹോട്ടലിൽ പോകുമ്പോഴേക്ക് അവിടെ നിന്നുള്ള ചായ ഉണ്ടല്ലോ, ചായക്കടയിൽ ചായ ആയിരുന്നാലും എനിക്കെന്തോ അത്രയ്ക്ക് ഇഷ്ടപ്പെടില്ല. അവർ പാലിൽ അല്ല പൊടിയിലാണ് ഉണ്ടാക്കുന്നതെന്നുള്ള എൻ്റെ മനസ്സാണ്. അത് എത്രത്തോളം സത്യമാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ചേട്ടൻ പറയും കണ്ട ഇങ്ങനെ വേണം ചായ ഉണ്ടാക്കാനായിട്ട്, അതിൻ്റെ കടുപ്പം കണ്ട എന്നൊക്കെ പറയും. അതുകൊണ്ട് ഞാൻ അധികം അങ്ങനെ ചായ കുടിക്കാൻ നോക്കൂല. കോഫി ആണെങ്കിൽ എനിക്ക് പിന്നെയും ഇഷ്ടമാണ്, ചിലപ്പോൾ കുടിച്ചാലായി. എന്നാലും ഞാൻ ഇഷ്ടത്തോടെ ആയിരിക്കില്ല കുടിക്കണത്. അപ്പോഴും വണ്ടി സർവീസ് ചെയ്ത് കിട്ടാനുള്ള സമയമായില്ല. പിന്നെ നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്നപ്പോഴേക്കും അവിടെ 49 രൂപ മുതൽ 499 രൂപ വരെയുള്ള സംഭവങ്ങൾ ആ കടയ്ക്കകത്തോട്ടെന്നുള്ള ഒരു ബോർഡൊക്കെ കണ്ടിട്ട് നേരെ അങ്ങോട്ട് കയറി. എന്താണെന്ന് അറിയണമല്ലോ. അങ്ങനെ അവിടെ കയറിയപ്പോൾ അവിടെ ടീഷർട്ടുകളും കാര്യങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മോന് വാങ്ങാമെന്ന് പറഞ്ഞാണ് കയറിയത്. പക്ഷേ മോൻ്റെ സൈസിനുള്ളതൊന്നുമില്ല, പിന്നെ ചേട്ടൻ്റെ സൈസിനുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് അവിടെ വരെ വലിയ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ, ഏതാണ് നല്ലതെന്ന് മാത്രം പറഞ്ഞു കൊടുക്കുന്ന ജോലി മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാനവിടെ പോസ്റ്റ് അടിച്ചൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ചേട്ടനാണെങ്കിൽ ഇഷ്ടംപോലെ ഉള്ളത് റെഡും ബ്ലാക്കുമാണ്. ആ മനുഷ്യൻ വീണ്ടും വീണ്ടും റെഡും ബ്ലാക്കും കാണുമ്പോഴേക്കും അത് തന്നെ എടുക്കാനായിട്ട് നോക്കും. അപ്പോൾ ഞാൻ പറയണുണ്ട് റെഡും ബ്ലാക്കും എടുക്കുകയേ ചെയ്യരുതെന്ന്. അങ്ങനെ നോക്കി കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നിയതാണ് ഈ ഒരു കളർ എടുത്ത. ഈ ഒരു കളറൊക്കെ ആകുമ്പോഴേക്കും പുള്ളിക്കാരനില്ല. അങ്ങനെ ആൾ അതൊക്കെ എടുത്ത് നമ്മളതൊക്കെ അവിടെ ട്രയലൊക്കെ ചെയ്ത് നോക്കി അതും വാങ്ങി പുറത്തിറങ്ങിയപ്പോഴേക്കും ഞാൻ പറഞ്ഞു എനിക്കൊരു ടോപ്പ് എടുത്ത് തരണം. തൊട്ടിപ്പുറത്തൊരു കടയിൽ ടോപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പുള്ളിക്കാരൻ ടീഷർട്ട് എടുത്തപ്പോൾ പിന്നെ നമ്മൾ ടോപ്പെങ്കിലും എടുക്കണ്ടേ, അങ്ങനെ എനിക്കൊരു ടോപ്പ് വാങ്ങി തന്ന്. തിരിച്ച് വന്നപ്പോഴേക്കും ഇവിടെ ഒന്നും ആയില്ല, ഇനിയും സമയം എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ ഗസ്റ്റ് റൂമിൽ ഇരിക്കുകയാണ്. കുറേ സമയം ഇരുന്ന്. പിന്നെ ഇവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ അവർ ഷോറൂം ഇങ്ങോട്ട് മാറ്റിയിട്ട് കുറച്ച് ദിവസം ആയതേ ഉള്ളൂ. നാളെയാണ് ഇതിൻ്റെ ഉദ്ഘാടനം, ഈ ഷോറൂമിൻ്റെ ഉദ്ഘാടനം. അപ്പോൾ നമ്മളിരിക്കുന്ന ഈ റൂമിനകത്ത് എ സി ഒക്കെ ഉണ്ട്. ആ എ സിയുടെ റിമോട്ട് പോലും ഞങ്ങൾ ചെന്നപ്പോഴാണ് അവർ പൊട്ടിച്ച് എ സി ഒക്കെ ഇട്ടുതന്നത്. അങ്ങനെ കുറേ സമയം ഇരുന്ന് അവസാനം നമുക്ക് ആദ്യമൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് തോന്നുമല്ലോ, പിന്നെ സമയവും പോണില്ല. അങ്ങോട്ട് ചാഞ്ഞിരുന്ന് ഇങ്ങോട്ട് ചാഞ്ഞിരുന്ന് ഒരുപാട് സമയം വീണ്ടും ഇരിക്കേണ്ടി വന്നു അവിടെ. അങ്ങനെ അവസാനം വണ്ടി തിരിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് കുറേ ഓപ്ഷൻസൊക്കെ അതിൽ ആഡ് ചെയ്യാനും ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴും ആ വണ്ടിയെപ്പറ്റി കറക്റ്റായിട്ട് അറിഞ്ഞുകൊണ്ട് നമുക്ക് കോൾ വരുമ്പോഴൊക്കെ അതിലിങ്ങനെ അതിൻ്റെ ഡിസ്പ്ലേയിൽ ആരാണ് വിളിക്കണമെന്നൊക്കെ കാണിക്കും. അതൊക്കെ നമുക്ക് ഇപ്പോഴും അറിഞ്ഞിട്ടായിരുന്നു. പിന്നെ ആ പയ്യനെ കൊണ്ട് അതൊക്കെ ശരിയാക്കി. അത് അറിയാമായിരുന്നു, എങ്ങനെ ചെയ്യണമെന്ന് അറിഞ്ഞിട്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ആ വീട് മേൽപ്പാലത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. താഴെ കാണുന്നത് നമ്മുടെ മഹാദേവ ക്ഷേത്രമാണ്.
അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ ഇനി തിരിച്ച് നേരെ ഇനി കടയിലോട്ട് പോകണം. എനിക്കാണെങ്കിൽ രാവിലെ ഇറങ്ങിയതല്ലേ, ഭയങ്കര ക്ഷീണം പോലെ ചുമ്മാ അവിടെ അലഞ്ഞ് ഇവിടെ അലഞ്ഞ് വീണ്ടും കടയിൽ വന്ന് ഞാൻ അങ്ങനെ തടിക്ക് കൈ കൊടുത്തിരിക്കുകയാണ്. ചേട്ടൻ വന്നപ്പോഴേക്കും ചേട്ടന് പിന്നെ കസ്റ്റമറെ വിളിക്കാനുണ്ടായിരുന്നു, ഓർഡർ കൊടുക്കാനുണ്ടായിരുന്നു. നമുക്ക് പിന്നെ വീണ്ടും പണികളൊന്നും ഇല്ലല്ലോ. എനിക്കാണെങ്കിൽ നല്ല തലവേദനയും ഉണ്ട്. നമ്മൾ ചുമ്മാ ഒരുപാട് കിടന്ന് അവിടെ ഇവിടെ അലയുമ്പോഴേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതൊക്കെ കണ്ടില്ല, എൻ്റെ മുഖത്താണെങ്കിൽ എന്തോ ഒരു വെള്ളപ്പാട് പോലെ ഫുള്ള് വരണുണ്ട്. അപ്പോൾ അതൊന്ന് ഡോക്ടറെ കാണിക്കണമെന്ന് വിചാരിച്ചിട്ട് അത് നടക്കണില്ല. എന്താണെന്ന് അറിയില്ല, വൈറ്റമിൻ്റെ കുറവെന്നാണ് കണ്ണവരൊക്കെ പറയണത്. ഫുള്ള് അവിടെ ആയിട്ട് എനിക്കാണെങ്കിൽ ഭയങ്കര വിഷമം മുഖത്തും കൂടെ ആയതുകൊണ്ട് അങ്ങനെ പിന്നെ കടയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മുടെ കടയുടെ തൊട്ടടുത്ത് ഒരു ബിരിയാണി കടയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ബിരിയാണി ഭയങ്കര സ്പെഷ്യലാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ കയറിയതാണ്. കേശുവിന് വരുമ്പോഴേക്ക് ബിരിയാണി വാങ്ങി വെച്ചിരിക്കുകയെന്ന് പറഞ്ഞ്. അപ്പോൾ അവിടെ എല്ലാ ബിരിയാണിയും ഉണ്ട്, എല്ലാ ഫ്രൈയും ബിരിയാണിയും ഒക്കെ എല്ലാം ഉണ്ടെന്ന് വെച്ചാൽ റാബിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ പോർക്കുണ്ട്. അത് അങ്ങനെ കുറേ അല്ല, നമ്മളപ്പുറത്തന്നെ ഉണ്ട് കണ്ണാടിക്കട. ഇപ്പൊ ഇവിടെ ഇരുന്നാണോ? അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴേക്ക് അവിടുത്തെ ആൻറ്റി ഭയങ്കര സ്നേഹമൊക്കെ ആയിരുന്നു. അവർ ഈ നാട്ടുകാരെല്ലാം നമ്മുടെ നാട്ടിൽ വന്ന് കട തുടങ്ങിയതാണ്. അപ്പോൾ അവർക്ക് ചെല്ലുമ്പോഴേക്ക് അവിടുത്തെ കാര്യങ്ങളൊന്നും നാടിനെ പറ്റി കുറച്ച് പരിചയക്കുറവൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർ ഓരോ കാര്യങ്ങളായിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കടയുടെ അടുത്തൊരു പുതിയ ഷോറൂം വന്നാലും നമ്മൾ അവിടെ പോയി ഒന്ന് നോക്കണത്, അല്ലെങ്കിൽ നമ്മൾ ആ കടയിലൊക്കെ കയറി അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുന്നത് ഭയങ്കര വലിയ കാര്യമല്ലേ. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി മോനൊരു ബിരിയാണിയൊക്കെ വാങ്ങി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ പറയും പോലെ പോർക്ക്, അതുപോലെ തന്നെ കാട, താറാവ്, മുയൽ, അങ്ങനെ എന്തൊക്കെ ഉണ്ട് അതിൻ്റെ മൊത്തം ഇറച്ചി അവിടെ ഉണ്ട്. അപ്പോൾ എനിക്ക് പോർക്ക് കഴിക്കണം എന്നൊരാഗ്രഹമുണ്ട്, ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ പോർക്ക് ബിരിയാണി അവിടെ 200 രൂപയായിരുന്നു ഒരു ദിവസം. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ഞങ്ങൾ ബിരിയാണി വാങ്ങിച്ച് ഇനി നേരെ വീട് കണ്ടപ്പോഴേക്ക് ഭയങ്കര ക്ഷീണം, എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതിയെന്നായി. അങ്ങനെ കേശുവിനുള്ള ബിരിയാണിയൊക്കെ ആയിട്ട് വീട്ടിലെത്തി. ഇനി ബിരിയാണി ഇപ്പോൾ വാങ്ങിച്ചെങ്കിലും കേശു വൈകുന്നേരമല്ലേ വരുള്ളൂ, എന്തായാലും 3:30 മണി 4 മണിയെങ്കിലും ആവും മോനത് കഴിക്കുമ്പോഴേക്ക്. അപ്പോൾ അതിൽ തന്നെ വെച്ചിരുന്നാൽ ചീത്തയായി പോകുമെന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ബിരിയാണി എങ്ങനെയാണ് എന്നൊന്നും കൂടെ അറിയണമല്ലോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് പൊളിച്ചിട്ട് ആ കാസറോളിൽ ഇട്ട് അങ്ങ് അടച്ച് വെക്കാമെന്ന് വിചാരിച്ച്. പക്ഷേ ബിരിയാണി സൂപ്പറായിരുന്നു കേട്ടോ, ഭയങ്കര അടിപൊളി ബിരിയാണി ആയിരുന്നു. എനിക്കാണെങ്കിൽ ബിരിയാണിയിൽ എപ്പോഴും ഇങ്ങനെ കുറച്ച് ഗ്രേവിയും കൂടെ ഉള്ള ബിരിയാണി ഉണ്ടല്ലോ, അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതിപ്പോൾ അങ്ങനത്തെ ആ ഒരു ടൈപ്പായിരുന്നു. ചിക്കനൊക്കെ പൊരിച്ച് പുരട്ടിയായിരുന്നു വെച്ചിരുന്നത്. പിന്നെ ചെറിയ അരിയാണ്, എനിക്കാണെങ്കിൽ ബിരിയാണിയുടെ ചെറിയ അരി അത്ര താല്പര്യമില്ലാത്തതാണ്. വലിയ നീളൻ അരി ഉണ്ടല്ലോ, അതായിരുന്നു കൂടുതലിഷ്ടം. പക്ഷേ കേശുവിനിപ്പം നമ്മൾ ചെറിയ അരിയായിരുന്നു ആദ്യമൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നത്. അത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തും അത് കാണുമ്പോഴൊക്കെ ഇപ്പോൾ അതിൻ്റെ അടുത്തൊരു ഇഷ്ടമുണ്ട്. അങ്ങനത്തെ പിന്നെ മുട്ട ഉണ്ടായിരുന്നു. ചില സമയത്ത് നമ്മൾ ബിരിയാണി എവിടെന്നെങ്കിലും വാങ്ങിച്ചാലും അവളിൽ മുട്ട കാണൂല കേട്ടോ. അപ്പോൾ ഇതിലെന്തായാലും ബിരിയാണിയിൽ മുട്ടയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പപ്പടവും സലാഡും അച്ചാറും എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ കുറച്ചൊന്ന് കഴിച്ചു നോക്കി. കാണപ്പോൾ ഭയങ്കര കൊതിയല്ലേ നമുക്കിതൊക്കെ എന്തൊക്കെ പറഞ്ഞാലും. അപ്പോൾ അതിൻ്റെ മണം അടിച്ചപ്പോൾ തന്നെ എനിക്കാണെങ്കിൽ അത് കഴിച്ചോളാൻ വയ്യായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ചൊക്കെ കഴിച്ചു നോക്കിയപ്പോഴേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനതിൽ അണ്ടിപ്പരിപ്പാണ് കൂടുതലും എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതിനെ ഒന്ന് ഇളക്കിയൊക്കെ വെച്ചിട്ട് അതങ്ങ് അടച്ച് വെച്ച്. അപ്പോൾ ഇതിലാകുമ്പോൾ ചൂട് പോവാതെ ഇരിക്കും. പിന്നെ കുറച്ചൊന്ന് നമുക്കിങ്ങനെ ഇളക്കിയൊക്കെ ഇട്ട് കൊടുക്കുകയും ചെയ്യാമല്ലോ. അങ്ങനെ അതെല്ലാം അവിടെ ഒതുക്കി പറക്കിയൊക്കെ വെച്ചായിരുന്നു. ഇനി അടുത്ത ജോലി എന്ന് പറഞ്ഞാൽ അമ്മ എല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഉച്ചയ്ക്ക് വെളിയിൽ നിന്നല്ല, ഉച്ചയ്ക്കല്ല രാവിലെയൊക്കെ വെളിയിൽ നിന്നല്ലായിരുന്നു നമ്മുടെ ഭക്ഷണമൊക്കെ. വാങ്ങിച്ച ടോപ്പ് ഇനി തയ്ക്കാനായിട്ട് കൊണ്ടു കൊടുക്കണം. അപ്പോൾ ഏതെങ്കിലും ടോപ്പ് വാങ്ങിച്ചാൽ അപ്പോഴും തന്നെ തച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര ഒരു സമാധാനക്കേടാണ്. അപ്പോൾ അമ്മയ്ക്ക് സമയമില്ല. അങ്ങനെ ഇവിടെ തൊട്ടടുത്ത വീട്ടിലെ ചേച്ചിയിൽ തയ്ക്കാനായിട്ട് കൊണ്ട് കൊടുക്കണം. നല്ല രസമുണ്ട് കേട്ടോ ടോപ്പ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. 399 വരെയാണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ഇന്ന് തച്ച് നാളെ ഇട്ടാലേ ഒരു സമാധാനമുള്ളൂ. അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടാണ് ചെല്ലണത്. കണ്ടപ്പോഴേക്ക് ചേച്ചി പറയുന്നുണ്ട്, കൊച്ചി നീ അത് ഓഫാക്ക്, ഞാൻ എപ്പോഴും ഈ നൈറ്റ് ഇട്ടിരുന്നാലും നീ അപ്പോഴും വീഡിയോ എടുക്കും, കാണുന്ന ആൾക്കാർ വിചാരിക്കും ഈ പെണ്ണിന് ഈ ഒരു നൈറ്റ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ എന്ന്. അത് സത്യമാണ് കേട്ടോ. ചേച്ചി ഞാൻ അങ്ങനെ വല്ലപ്പോഴും ചേച്ചിയുടെ വീഡിയോ അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴൊക്കെ എടുക്കണത്. അന്നൊക്കെ ചേച്ചി ഈ നൈറ്റിയും ആയിരിക്കും.
അപ്പോൾ എനിക്കാണെങ്കിൽ ഈ ടോപ്പ് എടുക്കുമ്പോഴേക്ക് എപ്പോഴും ഇപ്പോൾ ഇത് എൻ്റെ സൈസല്ല, എനിക്കിത് ചെറുതാക്കണം. നമ്മുടെ ഷോൾഡർ എപ്പോഴും കറക്റ്റായിട്ട് നിന്നാൽ മാത്രമേ നമ്മൾ ഇടുമ്പോഴേക്കും ഒരു ഭംഗി വരുള്ളൂ. അപ്പോൾ ഞാൻ ഷോൾഡർ കട്ട് ചെയ്തിട്ട് എനിക്കൊരു 2.25 ആക്കി തരണമെന്നൊക്കെ ഞാൻ പറഞ്ഞ്, പിന്നെ അതെല്ലാം പിരുത്തിട്ടൊന്ന് ഫുള്ളായിട്ടൊന്ന് അടിച്ച് തരണമെന്നൊക്കെ പറഞ്ഞിട്ട് അത് ഏൽപ്പിച്ചിട്ട് വീട്ടിൽ തിരിച്ചു വന്ന് ഡ്രസ്സൊക്കെ മാറി വന്നപ്പോഴേക്ക് കുറേ തുണികൾ മടക്കാനായിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇനി തുണിയൊക്കെ എല്ലാം മടക്കിയൊക്കെ വെക്കണം. അപ്പോഴേക്ക് കേശുവിനെ വിളിക്കാൻ പോകാനായിട്ടുള്ള സമയമാവും. അപ്പോൾ ഇപ്പോൾ 2 ദിവസം കൊണ്ട് നല്ല വെയിലുള്ളതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പോൾ കുറേ ദിവസത്തിന് ശേഷം തുണികളൊക്കെ ഒന്ന് വെയിൽ കണ്ട് ഉണങ്ങണത് ഇപ്പോഴാണ്. അല്ലെങ്കിൽ ഫാനിൻ്റെ കാറ്റടിച്ച് ഉണങ്ങിയിട്ട് നന്നായിട്ട് ഉണങ്ങുകയില്ല, ചെറിയൊരു ഈർപ്പം പോലെയും ആയിരിക്കും. ഉണങ്ങും, എന്നാലും എന്തോ ഒരു നമുക്ക് ആ വെയിലടിച്ച് ഉണങ്ങണേൻ്റെ ആ ഒരു ഫീലും ആ ഒരു ഇത് കിട്ടൂലല്ലോ. മോൻ്റെ യൂണിഫോമും ബെൽറ്റും സോക്സും ടവലും അങ്ങനെയെല്ലാം ഈ ഒരു ഇതിനകത്താണ് വെക്കണത്. അപ്പോൾ മോന് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ നമ്മളെല്ലായിടും തപ്പണ്ടല്ലോ. അപ്പോൾ അതൊക്കെ എടുത്ത് അതിനകത്ത് വെച്ച് ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ട് ഇനി നേരെ കേശുവിനെ വിളിക്കാൻ പോകണം. ചില ദിവസങ്ങളിൽ നമ്മളിങ്ങനെ അലയാൻ തുടങ്ങിയുണ്ടല്ലോ, ആ ദിവസം ഫുള്ള് പോക്കായിരിക്കും. എന്തെങ്കിലും കാര്യത്തിന് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഞങ്ങളിത് ആ ക്ലാസ്സിലെത്തി. അപ്പോൾ കേശുവിൻ്റെ ഫ്രണ്ട്സൊക്കെയാണ് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോ പിള്ളേരായിട്ട് അവിടെ നിന്ന് സ്കൂള് വിട്ട് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേശു എത്തിയില്ല, അവിടെ പേര് വിളിച്ചതേ ഉള്ളൂ ഗോവിന്ദെന്ന്. ഇപ്പോൾ വരും ഗോവിന്ദ്. ഇനി ഇവിടെ നിന്ന് ഗോവിന്ദിനെയും കൊണ്ട് തിരിച്ച് ഇനി പോകണം. കേശുവിൻ്റെ സ്കൂളിൽ അവിടെ പാർക്കിൻ്റെ പണി നടക്കണതേ ഉള്ളൂ. കേശു എന്നും ചോദിക്കും, എന്നാണ് അമ്മേ ഇവിടെ പാർക്ക് ശരിയാവണത്, എന്നാണെച്ചാൽ റെഡി ആവണതെന്ന്. അപ്പോൾ അവിടെ പോയി ചുമ്മാ ഒന്ന് അതിൽ തൊട്ടും പിടിച്ചൊക്കെ നിന്നില്ലെങ്കിൽ കേശുവിന് ഒരു സമാധാനവും ഇല്ല. ഇപ്പോൾ കേശു പോണത് എന്തിനാണെന്ന് വെച്ചാൽ പാർക്കിൽ എന്ന് കളിക്കാൻ പറ്റും, പിന്നെ അതുപോലെ ഐഡൻറ്റിറ്റി കാർഡ് എന്ന് കിട്ടും. ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കഴുത്തിലൊക്കെ ഇട്ടുകൊണ്ട് പോകാനായിട്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്ക് പിന്നെ കുറച്ചൊരു ചെല്ലമാണ്. കുറച്ച് സമയം അവിടെയൊക്കെ നിന്ന് ഒന്ന് കറങ്ങിയിട്ടൊക്കെ വീട്ടിനകത്തോട്ട് കയറുള്ളൂ. അങ്ങനെ കേശുത സ്കൂള് വിട്ട് വീട്ടിനകത്തോട്ട് കയറുകയാണ്. അങ്ങനെ നമുക്ക് സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോഴേക്ക് അവിടെ നിന്ന് വീടെത്തണത് വരെ സ്കൂളിലെ വിശേഷങ്ങൾ പറയും, ആരെന്തൊക്കെ ചെയ്ത് എന്തൊക്കെ കാര്യങ്ങളാണെന്ന്. അപ്പോൾ ആ അത്രയും സമയം കിട്ടണ ഒരു 5-10 മിനിറ്റാണ് കേശു കാര്യങ്ങൾ പറയണത്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യവും പറയൂല. ചോദിച്ചാലും പറയും, എന്നെ ഒന്ന് വിട്ട്, എനിക്കൊരു സമാധാനം താന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മളോട് ചോദിക്കാറുമില്ല. അങ്ങനെ വന്ന ഉടനെ കേശുവിൻ്റെ യൂണിഫോമൊക്കെ മാറ്റി അതിനൊക്കെ ശേഷം കേശുവിനെ ഒന്ന് കുളിപ്പിച്ചെടുക്കും. രാവിലെ കുളിക്കാതെയാണ് പോണതെങ്കിൽ കുളിപ്പിക്കും, അല്ലെന്നുണ്ടെങ്കിൽ മേലെ കഴുകും. അപ്പോൾ ഇന്ന് രാവിലെ കേശു കുളിക്കാതെയാണ് പോയത്. ഇന്ന് ഒത്തിരി മടിയായിരുന്നു സ്കൂളിൽ പോകാനായിട്ട്, കരഞ്ഞുകൊണ്ടൊക്കെയാണ് പോയത്. അതുകൊണ്ട് കുളിപ്പിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ വൈകിട്ട് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് കേശുവിന് ഫോൺ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട്. അല്ലെങ്കിൽ ഫുൾ ടൈം ഫോൺ കാണുമായിരുന്നു. ഇപ്പോൾ ഒരു 5 മിനിറ്റ് നേരം മാത്രമേ ഫോൺ കൊടുക്കുകയുള്ളൂ. അപ്പോൾ കേശുവിന് വാങ്ങിച്ചു വെച്ചിരുന്ന ബിരിയാണിയൊക്കെ ഞാൻ മോന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചൊക്കെ കഴിക്കും, കുറേയൊക്കെ ആകുമ്പോഴേക്ക് മതി അമ്മയെന്ന് പറയും. അങ്ങനെ ഇനി ബിരിയാണിയൊക്കെ കൊടുക്കണം. അപ്പോൾ അത് കഴിക്കണ സമയം മാത്രമേ ഇപ്പോൾ ഫോൺ എടുക്കുകയുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, എപ്പോഴും ഫോൺ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ കേശുവിന് ഫുഡൊക്കെ കൊടുത്തിട്ട് നിന്നപ്പോഴേക്ക് ചേച്ചി ടോപ്പ് തച്ചിങ് കൊണ്ട് വന്നായിരുന്നത് ഇട്ട് നോക്കിയപ്പോഴേക്ക് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. അപ്പോൾ 399 ആയിരുന്നു ഇതിൻ്റെ റേറ്റ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇനി കേശു കൊണ്ടുപോയ പാത്രങ്ങളെല്ലാം കഴുകി വയ്ക്കാനുണ്ട്. മോർണിംഗ് സ്നാക്സ് കൊണ്ടുപോയ പാത്രം, ലഞ്ച് കൊണ്ടുപോയത്, ഈവനിങ് സ്നാക്സ് കൊണ്ടുപോയത് എല്ലാം കഴുകി അങ്ങ് വെച്ച് ഒന്ന് കമിഴ്ത്തി അങ്ങ് അടുക്കി പറക്കി വെച്ചാൽ പിന്നെ ആ ജോലി അങ്ങ് കഴിഞ്ഞല്ലോ. പിന്നെ അതൊരു സമാധാനമാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് കഴുകി കമിഴ്ത്തി വയ്ക്കും. പിന്നെ കേശു കൊണ്ടുപോയ വാട്ടർ ബോട്ടിലുണ്ടല്ലോ, അതുമൊക്കെ കഴുകി അതിലൊന്ന് ചൂടുവെള്ളം ഒഴിച്ച് വയ്ക്കും, അല്ലെന്നുണ്ടെങ്കിൽ ലിക്വിഡ് ഒഴിച്ചങ്ങ് വെച്ചിരിക്കും. പിന്നെ ഞാൻ അവിടെ വെച്ചിരിക്കുന്ന ആ മണി പ്ലാന്റ് നമ്മളെപ്പോഴും അതിൽ സോപ്പൊക്കെ വീഴും. അപ്പോൾ അതിന് കൂടെ ഇങ്ങനെ എടുത്തൊന്ന് തുടച്ച് വെച്ചില്ലെങ്കിൽ എന്തോ ഒരു വൃത്തിയില്ലായ്മ പോലെ തോന്നും. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അതിനെ എടുത്തൊന്ന് തുടച്ച് വൃത്തിയാക്കി വയ്ക്കും. പിന്നെ ഞാൻ പറയാറില്ല, ഈ ലിക്വിഡൊക്കെ ഇരിക്കുന്ന ആ ഒരു സംഭവവും കൂടെയൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ചാലേ അവിടെ നമുക്ക് ആ ഒരു വൃത്തി തോന്നുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ സിങ്കൊക്കെ എത്ര കഴുകിയിട്ടിരുന്നാലും എന്തോ ഒരു എന്തരാലിറ്റി അവിടെ തോന്നും.
അപ്പോൾ കേശുവിൻ്റെ പാത്രങ്ങളൊക്കെ എല്ലാം കഴുകി പറക്കിയൊക്കെ വെച്ച് കേശു അവിടെ ഇപ്പോൾ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മ എനിക്ക് വെളിയിൽ കളിക്കാൻ പോകണമെന്ന് പറയുന്നുണ്ട്. വെളിയിൽ കളിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ ആ മുറ്റത്തൊക്കെ ഒന്ന് കളിക്കും, പിന്നെ അപ്പുറത്ത് സുനിതേച്ചിയുടെ വീട്ടിൽ പോവും. അത്രയും മാത്രമേ ഉള്ളൂ കേശുവിൻ്റെ ലോകം. അല്ലാണ്ട് ഒരിടം കൊണ്ട് അല്ലാണ്ട് വേറെ അങ്ങനെ കളിക്കാൻ പോകാനായിട്ട് ഇപ്പോൾ പിള്ളേരൊന്നുമില്ല. അല്ലെങ്കിൽ അപ്പുറത്തെ പിള്ളേരുണ്ടായിരുന്നു, ഇപ്പോൾ അവരൊക്കെ മാറിപ്പോയതിന് ശേഷം കേശുവിൻ്റെ പ്രായത്തിൽ കളിക്കാനായിട്ട് കേശുവിനടുത്ത് കൂട്ടുകാരൊന്നുമില്ല. അപ്പോൾ ഈ സമയമായപ്പോഴേക്കും മോൻ ഉറങ്ങി. കുളിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾ ഉറങ്ങും. അപ്പോൾ ആ സമയത്ത് ഇനി കേശുവിൻ്റെ യൂണിഫോമൊക്കെ ഒന്ന് കഴുകിയിടണം. അപ്പോൾ ഈ പറയും പോലെ കേശുവിൻ്റെ ബനിയനും സ്കൂൾ യൂണിഫോമും ഒക്കെ കഴുകിയിടാനുണ്ട്. അപ്പോൾ ഞാൻ അന്നൊരിക്കൽ പറഞ്ഞില്ലേ, ഇതൊരു ടീച്ചറാണ് ഒരു കമൻറ്റ് ചെയ്തത്, മോന് യൂണിഫോം ഇട്ട് കൊടുക്കുമ്പോഴേക്ക് അടിയിൽ ബനിയനും കൂടെ ഇട്ട് കൊടുക്കണമെന്ന്. ടീച്ചറിൻ്റെ കമൻറ്റ് എന്ന് കണ്ടോ അന്ന് തൊട്ട് ഞങ്ങൾ അന്ന് തന്നെ ടീച്ചറിൻ്റെ കമൻറ്റ് ഞാൻ വായിച്ച് ചേട്ടനോട് പറഞ്ഞിട്ട് അന്ന് തന്നെ ചേട്ടൻ പോയിട്ട് ബനിയൻ വാങ്ങിക്കൊണ്ട് വന്നതായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഇന്നേ വരെ ബനിയൻ ഇടാണ്ട് മോനെ അയക്കാറേ ഇല്ല. അപ്പോൾ ടീച്ചർ എൻ്റെ അടുത്ത് ഇങ്ങനെ നമ്പർ തരുമെന്ന് എൻ്റെ ഫോൺ നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ടീച്ചറെ മെസ്സഞ്ചറിൽ മെസ്സേജ് അയക്കുമെങ്കിൽ ഞാൻ നമ്പർ തരാമെന്ന് പറഞ്ഞ്. അപ്പോൾ പുള്ളിക്കാരി എനിക്ക് ഇന്നലെ എന്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ മെസ്സഞ്ചറിൽ വന്നിരുന്നെന്ന്. സത്യം പറഞ്ഞ ടീച്ചറെ ഞാൻ കണ്ടില്ല. ഞാൻ കുറേ മെസ്സഞ്ചറിൽ തപ്പി നോക്കി, ടീച്ചറിൻ്റെ ആ ഒരു മെസ്സേജ് അതിലുണ്ടോ എന്ന് ഞാൻ കണ്ടില്ല. അപ്പോൾ ടീച്ചറെന്ന് പറഞ്ഞാൽ കേശുവിൻ്റെ ടീച്ചറല്ല, എൻ്റെ ഒരു സബ്സ്ക്രൈബർ ടീച്ചറാണ്. അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു ഞാനൊരു ടീച്ചറാണ്, അതുകൊണ്ടാണ് ഞാൻ മോന് ബനിയൻ ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞത്. പിന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറയാനുണ്ടെന്നാണ് ടീച്ചർ പറഞ്ഞത്. ഞാൻ ടീച്ചർ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ടോ എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുമായിരുന്നു മെസ്സഞ്ചറിൽ. അപ്പോൾ കണ്ടില്ല. അപ്പോൾ ഇന്നലെയാണ് ടീച്ചർ പറഞ്ഞത് ഞാൻ മെസ്സഞ്ചറിൽ വന്നിട്ടുണ്ടായിരുന്നെന്ന്. പക്ഷെ ഞാൻ കണ്ടില്ല ടീച്ചറെ. അപ്പോൾ ഒന്നും കൂടെ മെസ്സഞ്ചറിൽ ടീച്ചർ ഹായ് അയച്ചാലും മതി, ഞാൻ പിന്നെ അങ്ങോട്ട് എൻ്റെ ഫോൺ നമ്പർ തരയോ എന്തെങ്കിലും ഞാൻ ചെയ്തോളാം. അല്ലാണ്ട് നമുക്കിപ്പോൾ ഇതിൽ ഫോൺ നമ്പർ ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അമ്മ അവിടെ രാത്രി നമുക്ക് എരിശ്ശേരിയും കഞ്ഞിയും വെക്കാമെന്ന് പറഞ്ഞിട്ട് അതിനുള്ള മലക്കറിയൊക്കെ അവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ അവിടെ തുണിയൊക്കെ കഴുകിയത്. പിന്നെ നമുക്ക് വൈകുന്നേരം അടിച്ചു വാരലും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ഈ ഭാഗത്ത് ഞാൻ എപ്പോഴും പറയും പോലെ എൻ്റെ ചെമ്പരത്തിപ്പൂക്കൾ മാത്രമേ കാണുള്ളൂ അവിടെ മൊത്തം വീണ് കിടക്കണത്. ആ സമയത്തേക്ക് കേശു ഉണർന്നാന്നാണ് ഇടയ്ക്കിടയ്ക്ക് നോക്കണത്. എന്തോ ഒരു സൗണ്ട് കേട്ടപ്പോഴേക്ക് ഞാൻ അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മ മോൻ ഉണർന്നതാണോ എന്ന്. അപ്പോൾ അതല്ലായിരുന്നു. പിന്നെ നമ്മുടെ ഈ ചൂലുണ്ടല്ലോ, അത് പുതിയതായിരുന്നു. പുതിയ ചൂലെടുക്കാൻ പറയാമല്ലോ, ഇങ്ങനെ തൂക്കാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടാണ്. അതിൻ്റെ തുമ്പ് അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട്. അപ്പം ഞാൻ ആദ്യം കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ടായിരുന്നു തൂത്ത് തുടങ്ങിയത്, എന്നിട്ടും അത് ശരിയായില്ല. അപ്പം ഞാൻ കുറച്ചും കൂടെ അതിൻ്റെ തുമ്പൊന്നങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്നാൽ മാത്രമല്ലേ നമുക്ക് നല്ല രീതിയിൽ അതിനെ തൂക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഈ സൈഡ് തൂക്കുമ്പോഴെല്ലാം ഞാൻ ആ പുല്ലിങ്ങനെ ഒരു കുഞ്ഞു 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 പുല്ലുകളാണ്. അപ്പോൾ എനിക്ക് പറ്റണ സമയമുള്ള സമയത്താണെങ്കിൽ ഞാനതിങ്ങനെ പുഴുത് മാറ്റിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടിപ്പോൾ നല്ല വൃത്തിയായിട്ടാണ് ആ ഭാഗം കിടക്കണത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നേരെ വന്ന് ചായയൊക്കെ ഇട്ട് ചായ കുടിക്കണം. അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ ഇനി അമ്മ അവിടെ കഞ്ഞിക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ കേശു ഉറങ്ങിയതുകൊണ്ട് കേശുവിന് ട്യൂഷൻ ഇരിക്കാനൊന്നും പറ്റിയില്ല. കിച്ചു വന്നപ്പോഴേക്ക് കേശു നല്ല ഉറക്കം. പിന്നെ അവൻ്റെ അടുത്ത് പറഞ്ഞ് ഇന്നിപ്പോൾ വേണ്ട, ഒരു 7 മണിക്ക് കിച്ചു വരണമെന്നുണ്ടെങ്കിൽ കേശു അപ്പോഴേക്ക് ഉണരും. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചാൽ പോട്ടെന്ന്. സ്കൂളിൽ പോയപ്പോഴും മോൻ ഒത്തിരി കരഞ്ഞിട്ടൊക്കെയാണ് പോയത്. അതുകൊണ്ട് ഇന്നിന് ട്യൂഷനും എല്ലാം കൂടെ കൊടുക്കേണ്ടതെന്ന് വിചാരിച്ച്. അപ്പോൾ അമ്മ കഞ്ഞിക്കുള്ള സംഭവങ്ങളൊക്കെ അവിടെ കഞ്ഞി അവിടെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എരിശ്ശേരി സെപ്പറേറ്റ് ആണല്ലോ വെക്കുന്നത്. അങ്ങനെ എരിശ്ശേരിയൊക്കെ അമ്മ വെച്ച് കഴിഞ്ഞ് അപ്പോൾ ഇനി കടുക് താളിച്ചിടാനുള്ള ജോലി ഞാൻ ഏറ്റെടുത്ത് കടുക് താളിച്ചിട്ട് കുറച്ച് തേങ്ങയും കൂടെ വറുത്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റേതായ ടേസ്റ്റ് വരുള്ളൂ. പിന്നെ സന്ധ്യ ആയപ്പോഴേക്ക് സുനിത ചേച്ചി ഒരു ചക്കയും കൊണ്ട് വന്ന് ചേച്ചിക്ക് അവിടെ താഴെ പോയപ്പോഴേക്ക് ആ ചേച്ചിയുടെ അപ്പച്ചിയുടെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് 2 ചക്ക. അങ്ങനെ ഒരു ചക്ക ഞങ്ങൾക്ക് കൊണ്ട് തന്നായിരുന്നു. അപ്പോഴേക്ക് കേശു ഉറക്കമൊക്കെ എഴുന്നേറ്റ് കേശു അവിടെ ശ്രീകുട്ടിയെ കണ്ടപ്പോഴേക്ക് ഞാൻ ചേച്ചിയുടെ കൂടെ കളിക്കാൻ പോട്ടാന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് ആ ശ്രീകുട്ടിയുടെ പൂച്ചകളാണ്. അപ്പോൾ പൂച്ചകളെ കണ്ടപ്പോഴേക്ക് അതിൻ്റെ ബാക്കിൽ നിന്ന് പോയി കേശു കുറച്ച് സമയം. അപ്പോൾ കിട്ടിയ പാടെ ഞാൻ ചക്ക ഒന്ന് കട്ട് ചെയ്ത് നോക്കിയതാണ്. വറുക്കാൻ പറ്റുന്നതാണെങ്കിൽ ഒന്ന് വറുക്കാമല്ലോ എന്ന്. കുറേ നാളുകൊണ്ട് ഞാനിങ്ങനെ വറുക്കാൻ പറ്റിയ ചക്ക അന്വേഷിക്കുന്നുണ്ട്, പക്ഷേ എനിക്കത് കിട്ടണതേ ഇല്ല. അങ്ങനെ ചക്ക ഒന്ന് കട്ട് ചെയ്ത്, പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട്. കേശു അവിടെ ഇരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ. ഞങ്ങളുടെ വിശേഷങ്ങൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം. അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോയും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.